ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വർഗലോകങ്ങളിൽ വിലയേറിയ രത്നങ്ങൾ എന്തുതന്നെയായാലും ഉണർന്നിരിക്കുന്നവനോട് താരതമ്യപ്പെടുത്താവുന്ന മറ്റൊന്നില്ല. ബുദ്ധൻ. ആന്തരിക സമാധാനവും സന്തോഷവും ജീവിതത്തിലെ വെല്ലുവിളികളെ നിർവികാരതയോടെ കാര്യം ചെയ്യാനും സ്ഥിരമായ സമാധാനവും സന്തോഷവും അനുഭവിക്കാനും ബോധോദയം സഹായിക്കുന്നു. ജ്ഞാനവും വിവേകവും ലോകത്തെ കൂടുതൽ വ്യക്തതയോടെ കാണാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ബോധോദയം സഹായിക്കുന്നു. കരുണയും സഹാനുഭൂതിയും മറ്റുള്ളവരുടെ കഷ്ടങ്ങൾ മനസ്സിലാക്കാനും സഹാനുഭൂതി പുലർത്താനും ബോധോദയം നമ്മെ പ്രണയാകുന്നു. മോക്ഷപ്രാപ്തി, മരണത്തിന്റെയും പുനർജന്മത്തിന്റെയും ചക്രത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതനാകാൻ ബോധോദയം ലക്ഷ്യമിടുന്നു. കൂടുതൽ പ്രചോദനം നൽകാനായി സ്വന്തം ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കുക. ബോധോദയം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ എങ്ങനെ സഹായിക്കുമെന്ന് ചിന്തിക്കുക. മഹാത്മാക്കളുടെയും അനികളുടെയും ജീവിതകഥകൾ വായിക്കുക. ബോധോദയം നേടിയ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നിങ്ങളെ പ്രചോദിപ്പിക്കും. ധ്യാനവും മനനവും പരിശീലിക്കുക. മനസ്സിനെ ശാന്തമാക്കാനും ബോധോദയത്തിനുള്ള വഴി തുറക്കാനും ഇത് സഹായിക്കും. ഈ വാക്കുകൾ നിങ്ങളുടെ ആത്മീയ യാത്രയിൽ പ്രചോദനം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ സത്യം മനസ്സിലാക്കാൻ നമുക്ക് രാജാവിന്റെ 2 മക്കളുടെ കഥ കേൾക്കാം. മൂത്തയാൾ ജ്ഞാനവും വിവേകവും തേടുന്ന സന്യാസി, ഇളയാൾ രാജ്യഭരണത്തോട് ആകൃഷ്ടനായ രാജകുമാരൻ. മരിക്കുന്നതിനു മുമ്പ് രാജാവ് സ്വർഗലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നം കൊണ്ടുവരാൻ മക്കളെ നിയോഗിച്ചു. മൂത്തയാൾ മലകയറ്റവും ജപവും ധ്യാനവും കൊണ്ട് ആത്മജ്ഞാനം നേടി. സമൂഹത്തിന്റെ കഷ്ടങ്ങൾ കണ്ട് അതിൽ നിന്ന് മോചനം നേടാൻ സ്വയം സമർപ്പിച്ചു. ഇളയാൾ വലിയ യാത്രയിലൂടെ അപകടങ്ങൾ തരണം ചെയ്ത് അപൂർവ രത്നം കണ്ടെത്തി തിരിച്ചുവന്നു. രാജാവ് രത്നത്തെ കണ്ട് സന്തോഷിച്ചെങ്കിലും മൂത്തയാൾ നേടിയ ആത്മജ്ഞാനത്തെ കണ്ട് വിസ്മയിച്ചു. സ്വർഗത്തിന്റെ രത്നത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ് ബോധോദയമെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. കഥയിൽ നിന്നുള്ള പ്രചോദനം. ജ്ഞാനവും സമാധാനവും ബോധോദയം ജീവിതത്തിന്റെ പരമ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നു. അത് ശാശ്വത സമാധാനവും സന്തോഷവും നൽകുന്നു. കരുണയും സഹാനുഭൂതിയും ബോധോദയം നേടിയ ഒരാൾ ലോകത്തെ കൂടുതൽ വ്യക്തമായി കാണുന്നു. മറ്റുള്ളവരുടെ കഷ്ടങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കാൻ പ്രേരിതനാവുകയും ചെയ്യുന്നു. മോക്ഷപ്രാപ്തി, ബോധോദയം ജനനമരണ ചക്രത്തിൽ നിന്ന് മോചനം നൽകുന്നു. ഇന്ത്യൻ ബുദ്ധമതം, ഹിന്ദുമതം തുടങ്ങിയ ആത്മീയ പാരമ്പര്യങ്ങളിൽ ബോധോദയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഭഗവത്ഗീതയിൽ സ്വസ്ഥനം എന്ന് വിശേഷിപ്പിക്കുന്ന ആത്മജ്ഞാനം ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയായി കണക്കാക്കപ്പെടുന്നു. നമ്മുടെ തത്വചിന്തകരും ഋഷിമാരും ആത്മജ്ഞാനത്തെ കൂടുതൽ മനസ്സിലാക്കാനും അതിലേക്ക് വഴികാട്ടാനും പരിശ്രമിച്ചു. നിങ്ങളുടെ യാത്രയ്ക്കുള്ള പ്രചോദനം. ഈ കഥ വെറുമൊരു കഥയല്ല, ബോധോദയത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ നേടുന്ന ജ്ഞാനത്തിന്റെയും സമാധാനത്തിന്റെയും മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. ധ്യാനം, ജപം, സേവനം തുടങ്ങിയ ആത്മീയ പരിശീലനങ്ങളിലൂടെ നിങ്ങളുടെ അന്തർജ്ഞാനം ഉണർത്താൻ ശ്രമിക്കുക. രാജാവിന്റെ മരണശേഷം രാജ്യഭരണം ഏറ്റെടുത്ത ഇളയ മകൻ പ്രജകളുടെ ക്ഷേമത്തിനായി പരിശ്രമിച്ചു. പക്ഷേ അസൂയയും അത്യാഗ്രഹവും നിറഞ്ഞ മന്ത്രിമാരുടെ ചതിയിൽ വീണു. കള്ളക്കളികൾ മനസ്സിലാക്കാൻ കഴിയാതെ രാജകുമാരൻ വഞ്ചിതനായി. രാജ്യം നഷ്ടപ്പെട്ടു. അപമാനഭാരത്തോടെ അദ്ദേഹം കാട്ടിലേക്ക് പോയി. മറ്റൊരു വശത്ത് സന്യാസ ജീവിതത്തിൽ ആത്മജ്ഞാനം നേടിയ മൂത്തയാൾ ദിക്കുകളില്ലാതെ അലഞ്ഞു. ഒരു ഗ്രാമത്തിൽ എത്തിയപ്പോൾ പട്ടിണി കഷ്ടപ്പെടുന്ന ജനങ്ങളെ കണ്ടു. ദൈവജ്ഞാനം നേടിയ അദ്ദേഹത്തിന് പ്രകൃതിയുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞു. മഴവെള്ളം സംഭരിക്കാനും വിളകൾ കൃഷി ചെയ്യാനും ജനങ്ങളെ പഠിപ്പിച്ചു. ജനങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു, ഗ്രാമത്തിന്റെ രക്ഷകനായി കണ്ടു. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വനവാസത്തിൽ അലഞ്ഞ രാജകുമാരൻ യാദൃച്ഛികമായി ആ ഗ്രാമത്തിലെത്തി. ജനങ്ങളുടെ സന്തോഷവും സമാധാനവും കണ്ട് അത്ഭുതപ്പെട്ടു. കാരണം അന്വേഷിച്ചപ്പോൾ മൂത്ത സഹോദരനെ തിരിച്ചറിഞ്ഞു. ഇരുവരും കണ്ടുമുട്ടി. നഷ്ടങ്ങൾക്കു പകരം കിട്ടിയത് ജ്ഞാനത്തിന്റെയും സേവനത്തിന്റെയും നിധിയാണെന്ന് തിരിച്ചറിഞ്ഞു. രാജാവിന്റെ ചതികൾ മറന്ന് 2 സഹോദരന്മാരും ജനങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിച്ചു. കഥയിൽ നിന്നുള്ള പ്രചോദനം. ജ്ഞാനവും സേവനവും ബോധോദയം സ്വന്തം മോക്ഷത്തിനു പുറമെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള കരുണയും ശക്തിയും നൽകുന്നു. നഷ്ടങ്ങളിൽ നിന്നുള്ള പഠനം, ജീവിതത്തിലെ വെല്ലുവിളികളെ പോസിറ്റീവ് ആയി കാണാനും അതിൽ നിന്നും പഠിക്കാനും ബോധോദയം സഹായിക്കുന്നു. സഹോദര്യം. ബോധോദയം നേടിയ ഒരാൾ സമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും മറ്റുള്ളവരുമായി ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുകയും ചെയ്യുന്നു. ഈ കഥ ഐശ്വര്യങ്ങളെക്കാൾ ആത്മജ്ഞാനത്തിന്റെ മൂല്യം ഊന്നിപ്പറയുന്നു.
ബോധോദയത്തിന്റെ യാത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അതിന്റെ ഫലമായി ലഭിക്കുന്ന സമാധാനവും കരുണയും സന്തോഷവും അതുല്യമാണ്. നിങ്ങളുടെ അന്തർജ്ഞാനം ഉണർത്താനും ഈ യാത്ര ആരംഭിക്കാനുമുള്ള പ്രചോദനമാകട്ടെ ഈ കഥ. കൂടാതെ ഈ കഥയെ ഇന്ത്യൻ സന്ദർഭത്തിൽ കൂടുതൽ ബന്ധപ്പെടുത്താൻ നിങ്ങൾക്ക് ഇനിപ്പറയുന്നവ ചെയ്യാവുന്നതാണ്. കഥയിലെ സന്യാസിക്ക് ഗുരുവിന്റെയോ ആശ്രമത്തിന്റെയോ പശ്ചാത്തലം നൽകുക. കഥയിലെ രാജ്യത്തെ ഏതെങ്കിലും പുരാതന രാജവംശവുമായി ബന്ധപ്പെടുത്തുക. സംസ്കൃതത്തിലെ ശ്ലോകങ്ങളോ മറ്റു പരമ്പരാഗത വചനങ്ങളോ ഉൾപ്പെടുത്തുക. ഇത് കഥയെ കൂടുതൽ ആകർഷകവും ഇന്ത്യൻ സാംസ്കാരിക പശ്ചാത്തലവുമായി സമന്വയിപ്പിക്കുകയും ചെയ്യും. ഓർക്കുക, ഈ കഥ ഒരു ഉദാഹരണമാണ്. നിങ്ങളുടെ ആശയങ്ങളും സർഗാത്മകതയും ഉപയോഗിച്ച് ഈ കഥയെ കൂടുതൽ വികസിപ്പിക്കാനും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനും കഴിയും. പ്രധാന കാര്യം ബോധോദയത്തിന്റെ മൂല്യത്തെ ഊന്നിപ്പറയുകയും നിങ്ങളുടെ യാത്രയിൽ പ്രചോദനം നൽകുക എന്നതാണ്. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.